ആശാൻ ബൈക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ബൈക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നത് ഹോണ്ട CB ടിസ്റ്ററാണ് ട്രെയിനിങ്ങിന് കൊടുക്കണേ. ടിസ്റ്റർ എന്താ കൊടുക്കണേന്ന് ഇപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും. ടിസ്റ്റർ കൊടുക്കണതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് ലെവലിൽ എപ്പോഴും ഒരു ലോ CC ബൈക്കാണ് നല്ലത്. ലോ CC ബൈക്ക് എന്ന് പറയുമ്പം നമുക്ക് എപ്പോഴും ഒരു ഡ്രം ബ്രേക്കാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബിഗിനറെ സംബന്ധിച്ച് ഇപ്പോൾ തുടങ്ങാനാണെന്നുണ്ടെങ്കിൽ ഒരു അപ്പാച്ചി 180 എടുക്കാം, അല്ലെങ്കിൽ ഒരു ലോ CC ബൈക്കായിരിക്കും ഏറ്റവും നല്ലത്. ഡ്യൂക്കൊന്നും ചാടി കയറി എടുക്കരുതെന്നാണ് ഞാൻ എപ്പോഴും റെഫറൻസ് ചെയ്യാറ്. അപ്പോൾ ഈ ബൈക്കിൽ ഇപ്പോൾ നിങ്ങൾ കുറേ പേർക്ക് ഒരു ഇതുണ്ടാവും, ഈ ബൈക്കിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അതായത് സ്റ്റണ്ട് പാർട്സ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം, നല്ല വ്യക്തമായിട്ട് കാണിച്ചു തരാം. നമുക്ക് ഈ ബൈക്ക് വീണ് കഴിഞ്ഞൊന്നും പറ്റാതിരിക്കാൻ ക്രാഷ് ഗേജ് വെച്ചിട്ടുണ്ട്. ഈ ക്രാഷ് ഗേജ് എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ക്രാഷ് ആവും. ഈ ക്രാഷ് ആവുന്ന ടൈമിൽ നമുക്കൊന്നും പറ്റരുത്. വേണ്ടോ, ഈ ഒരു ക്രാഷ് ഗേജ് ഉള്ളതുകൊണ്ട് ആ വണ്ടി ഇതുപോലെ നിൽക്കും. പ്രാക്ടീസിനിടയ്ക്ക് നമുക്ക് ഹാൻഡിൽ ബാർസോ ഫുട്ട് റെസ്റ്റോ ബ്രേക്ക് ലിവറോ ഒന്നും ടച്ച് ആവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീലി പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ സീറ്റ് ഒന്ന് കട്ട് സീറ്റ് ആക്കും. കട്ട് സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വീലി ചെയ്യുമ്പോൾ ബാക്കിലേക്ക് ഊർന്ന് പോകാതിരിക്കാനായിട്ട് കട്ട് സീറ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രാബ് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ഗ്രാബ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഹൈറ്റ് ആയി കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ നിൽക്കാൻ 90 ആയി നിൽക്കാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ ഉപയോഗം കുറച്ച് കഴിയുമ്പോൾ അർജുൻ ചേട്ടൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ ഹാൻഡിൽ ബാർ നമ്മൾ മാറി ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ ബാർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറെ അഡീഷണലായിട്ട് എൻജിൻ പോർട്ട് ചെയ്യാലോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് ബൈക്കിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ എൻജിനിൽ വല്ല വ്യത്യാസം ചെയ്തിട്ടുണ്ടോ, എൻജിൻ പോർട്ട് ചെയ്തിട്ടുണ്ടോ, എൻജിൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ. നമ്മൾ സ്റ്റോക്ക് വണ്ടിയിലാണ് പ്രാക്ടീസ് ചെയ്യണേ. നമുക്ക് എന്തായാലും ഇന്ന് കാണാം, പൊളിക്കാം. അപ്പോൾ ഇത് ജീൻസൊക്കെ മാറി ജീൻസ് ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വെള്ളത്തിൽ മുക്കിയായിരുന്നു. ഇന്ന് എനിക്ക് മഴ കാരണം ഇത് ചെയ്യാൻ പറ്റിയില്ല. അവിടെ തീരുമാനമാകുന്നു. ഇതാണ് നമ്മുടെ പേടിയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏകദേശം ഗ്രൗണ്ട് കണ്ടല്ലോ. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ പിന്നെയും കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, മണ്ണിൽ വീലി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. ഗ്രൗണ്ടിൽ വീലി ചെയ്യാൻ പറ്റുമോ, ഗ്രൗണ്ടിൽ നമുക്ക് വീലി ചെയ്യുമ്പോൾ വല്ല ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. നമുക്ക് അതിനൊക്കെ ഉള്ളൊരു എക്സാമ്പിൾ ഇന്ന് നമുക്ക് കാണിച്ചു തരാം. അർജുൻ ചേട്ടൻ ചെയ്ത് നമുക്ക് റിസൾട്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ. ഇതൊക്കെ എവിടുന്ന്, ഇതൊക്കെ എങ്ങനെ, ഇത്ര പ്രതീക്ഷ എനിക്കില്ലല്ലോ എൻ്റെ വീട്ടിൽ. പ്രതീക്ഷയൊക്കെ ഉണ്ടാവും. ഞാൻ റീല് കണ്ടിട്ട് വന്നതാണ്. ഞാൻ റീല് കണ്ടതാണ് ആ വെച്ച് എനിക്ക് മനസ്സിലായി ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. റീല് വെച്ചിന് ഞാൻ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. 2 ദിവസം കണ്ട് വിളിച്ച് ചോദിച്ചു, ഞാൻ ഇവിടെ ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ സമയം സെറ്റാക്കി. പിന്നെ ഇവിടെ എത്തി. ഇപ്പം മഴ പെയ്യുന്നില്ല, ഇതാണ് ഭാഗ്യം. വോയിസ് എന്തായിരിക്കും എനിക്ക് അറിയില്ല പോലെ. എനിക്ക് എത്ര പെട്ടെന്ന് ഷൂ ഇട്ടാൽ അത്ര പെട്ടെന്ന് വീഴാനുള്ള ഫീൽ ആയില്ല. അപ്പോൾ അതൊക്കെ ഇട്ടാൽ മതിയായിരുന്നു. വണ്ടി പൊങ്ങുമോ? വണ്ടി പൊങ്ങുമായിരിക്കും, എന്നെ കൊണ്ട് പൊങ്ങത്തില്ല. പോയി നമ്മൾ നെഗടിക്കാൻ പോകുന്നില്ല, നമ്മൾ ബൊക്കിയേക്കും. ഈ ഷർട്ട് ഇത് വേണ്ടത് ഇതൊക്കെ ഫുള്ളും ചീത്തയാണ്. നമുക്ക് വേറെ കളറെല്ലാം ഇടാം. ബേസിക്കലി നിങ്ങൾ കണ്ടതത്ര എനിക്ക് മനസ്സിലായിട്ടുള്ളൂ കേട്ടോ. ഒരു നാക്ക് ബ്രോ പറഞ്ഞ് പിടിക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇതില്ലെന്ന് തോന്നുന്നു. ഞാനധികം ഒന്നും പുഷ് ഒന്നും ചെയ്യണമെന്നില്ല. ഇല്ല, ഞാൻ വെറുതെ ബാക്കിൽ നിൽക്കണമെന്നുള്ളൂ. ബ്രേക്ക് അടിപൊളി. ഇപ്പൊ ബ്രേക്ക് ഒക്കെ ടാപ്പ് ചെയ്യണം നോക്കിയാണ്. ഇത്തിരി ഹൈറ്റ് ആവണം. ഒരു 2 വട്ടം ബ്രേക്ക് പിടിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ പതുക്കെ മാറും കേട്ടോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിംഗ് കാലിലായി കഴിഞ്ഞാലാണ് ഞാൻ മാറുള്ളൂ. ബ്രേക്കിംഗ് ആവണ വരെയാണ് നമ്മൾ ക്രാഷ് ആവാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഉള്ളൂ. അപ്പൊ ബ്രേക്ക് ഒക്കെ പിടിച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. ഓക്കെ അല്ലേ? നല്ല പോലെ ഹൈറ്റ് ആക്കില്ലേ? ബ്രേക്ക് അടിപൊളി. ഇപ്പൊ അടിച്ചാ വേണ്ട, നല്ല ഹൈറ്റ് ഉണ്ടോന്ന്. നല്ല ഹൈറ്റ് ഉണ്ടായില്ലേ? ഉണ്ടായിരുന്നു. അവരെന്ത് പറയുന്നത്? എനിക്ക് ഏകദേശം ഹൈറ്റ് ഉണ്ടായില്ലെന്നൊക്കെ ദൈവത്തിന് അറിയാം. അമ്മ എന്ത് പറയുന്നു കേട്ടാ? ഒരു ഡയലോഗ് ഇറക്കുന്നുണ്ട് എനിക്ക്. எப்படி இருக்குங்க എവിടെ ചാറ്റ് എവിടെ? നിന്നൊരു തീരുമാനമാക്കിയിട്ടേ ഉള്ളൂ. ഞാൻ 5 ദിവസത്തിൽ വീലി എടുത്തിരിക്കും എന്നൊക്കെ നോക്കിയും കണ്ടും പറയണം. 5 ദിവസത്തിൽ വീലി ഉറപ്പാ. യെസ് അണ്ണാ, നൈസ് ആയിക്ക്. അണ്ണാ പൊളിക്കരുന്ന്. ഇതൊക്കെ സൂപ്പർ കൊള്ള. ഇവിടെ പുറകിന്ന് വെച്ചാൽ എത്ര സപ്പോർട്ട്. ബ്രേക്ക് ടാപ്പ് ചെയ്യാം. ഒരു വട്ടം ഒന്ന് ഓവർ ഹൈറ്റ് ആയാൽ എങ്ങനെ എസ്കേപ്പ് ഇടാന്നൊന്ന് നമുക്ക് ചെയ്ത് നോക്കിയാലോ.
ഓവർ ഹൈറ്റ് ആ അതെ ഗ്രാം ഒന്ന് വരയ്ക്കാം 90 മേലെ ഓക്കെ അല്ലോ അതുപോലെ പറയുമ്പോ മുട്ടും മുട്ടിയട്ടെ എന്ത് പേടിയുണ്ടോ പേടിയുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ചെറുതായിട്ട് പേടി ഉണ്ടാക്കി ഉണ്ടെന്ന് തോന്നുന്നു അത് നമുക്ക് എങ്ങനെ എസ്കേപ്പ് ഇടാന്ന് കാണാലോ എസ്കേപ്പാ അടിച്ചോ അപ്പൊ തള്ളാൻ പോവല്ലേ തള്ളാൻ തള്ളാൻ പോവാ എനിക്ക് ഉറപ്പാ, തള്ളാൻ പോവാ ഇല്ല 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 എനിക്ക് ഹൈറ്റ് ആയ ബ്രേക്ക് ടാപ്പ് ചെയ്യാ എന്തേലും പറ്റിയാ ഒന്നും പറ്റില്ല ഇപ്പൊ ബാക്ക് വരയ്ക്കാൻ പറഞ്ഞവർക്ക് ഉരച്ച് കാണിച്ചു കൊടുത്തില്ലേ അത് പക്ഷെ ഒറ്റയടിക്ക് വണ്ടിയും ചരിഞ്ഞും പോയി എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല റെഡി ആവും സ്റ്റാർട്ടിങ് ആണല്ലോ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഇതാണല്ലോ ചെയ്ത് എല്ലാം റെഡി ആവുമല്ലോ സെറ്റ് ആക്ക് കറങ്ങിയോ ഇപ്പൊ കണ്ടോ ലുക്ക് ഹിയർ